കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് കുക്കീസ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളെല്ലാം ഒരു പാത്രത്തിൽ തന്നെ ആയിരിക്കണം അളവെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പോളം പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ബൗളാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് കപ്പാണോ എടുക്കുന്നത് അതിൽ തന്നെ ആയിരിക്കണം എല്ലാ അളവും എടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അളവ് അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് പഞ്ചസാരയായിട്ട് മൈദ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ബട്ടർ ചേർക്കാതെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. കുക്കീസ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ബട്ടർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ മുട്ടയും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ചേർക്കാറില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്ത് നമുക്കൊരു ഉരുള പോലെ ആക്കിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല മണം കിട്ടുന്നതായിരിക്കും. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ലൂസ് ആയതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കൂടി മൈദ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കൊരു വിരൽ കൊണ്ട് ഇതുപോലെ നടുക്കൊരു ചെറിയൊരു ഹോൾട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. കുക്കീസ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് അരിവിഭാഗങ്ങളൊന്നും തന്നെ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കീസ് വെന്ത് വരുന്ന സമയത്ത് പൊടിഞ്ഞു പോകുന്നതായിരിക്കും. ഇനി ഓരോ കുക്കീസായിട്ട് കുറച്ച് ഇടവിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കുക്കീസ് എല്ലാം കൂടി വെന്ത് വരുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ച് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ നടുക്കത്തെ ഹോള് ചെറുതായിട്ടൊന്ന് വലുതാക്കി കൊടുക്കാം. ഇനി ഞാൻ ഒരു 2 സ്പൂൺ ജാം എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചായിട്ട് നടുക്ക് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാടായിട്ട് വെച്ച് കൊടുക്കണ്ട. കാരണം ഇത് വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് ഉരുകി വരുന്നതായിരിക്കും, കുക്കീസുമായിട്ട് ചേരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് നടുക്ക് ഭാഗത്തേക്ക് മാത്രമായിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ഇഡ്ഡലി പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ പാത്രം ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് അടച്ച് വെച്ച് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുക്കീസൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അടിഭാഗം ഒന്ന് മുരിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ കുക്കീസ് ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കണം. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം പുറത്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെയാണ് നമ്മുടെ കുക്കീസ് കിട്ടിയിട്ടുള്ളത്. അകമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.